ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് DBMS Module 4-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ NoSQL ആൻഡ് ഇറ്റ്സ് കോർ ഫിലോസഫി. NoSQL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഓൺലി SQL ആണ്. അത് നോൺ റിലേഷണൽ ഡേറ്റാബേസ് സിസ്റ്റം ഡിസൈൻ ടു ഹാൻഡിൽ ഹൈ വോളിയം, ഹൈ വെലോസിറ്റി ആൻഡ് ഹൈ വെറൈറ്റി ഓഫ് ഡേറ്റ ആണ് നോട്ട് ഓൺലി SQL. അതായത് ഇവിടെ നമ്മൾ സാധാരണ SQL പോലെ റിലേഷൻസ്, ടേബിൾസ് അങ്ങനെയൊന്നുമില്ല. നോൺ റിലേഷണൽ ഡേറ്റാബേസ് ആണ് NoSQL. അതിൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രയോറിറ്റൈസ് ഹൊറിസോണ്ടൽ സ്കേലബിലിറ്റി ആൻഡ് സ്കീമ ഫ്ലെക്സിബിലിറ്റി, മൂവിങ് അവേ ഫ്രം ദ റിജിഡ് ടേബുലർ സ്ട്രക്ചർ ആൻഡ് ജോയിൻ ഡിപ്പെൻഡൻസീസ് ഓഫ് RDMS. ഇവിടെ നമുക്ക് ജോയിൻ കൊറി ഉണ്ടായിരിക്കത്തില്ല, അപ്പോൾ കോംപ്ലക്സിറ്റി വളരെ കുറവായിരിക്കും. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ബേസ് പ്രോപ്പർട്ടീസ്. Base is the consistency model used by NoSQL to achieve high availability. NoSQL നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബേസ് പ്രോപ്പർട്ടി, പക്ഷേ SQL നമ്മൾ യൂസ് ചെയ്യുന്നത് ആസിഡ് പ്രോപ്പർട്ടിയാണ്. അപ്പം ആസിഡ് പ്രോപ്പർട്ടിയേക്കാളും ബേസ് പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ബേസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ BA എന്ന് പറയുന്നത് ബേസിക്കലി അവൈലബിൾ ആണ്. ഇറ്റ് ഗ്യാരണ്ടീസ് റെസ്പോൺസ് ഈവൻ ഇഫ് ഡേറ്റ ഈസ് സ്റ്റെയിൽ ഓർ ഫെയിലിയർ ഒക്കേഴ്സ്. അതായത് ഇപ്പോൾ ഒരു ഡേറ്റ സ്റ്റെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് ഫെയിലിയറോ വന്നു കഴിഞ്ഞാലും നമുക്കൊരു റെസ്പോൺസ് കിട്ടും. അതാണ് ബേസിക്കലി അവൈലബിൾ. ഇനി സോഫ്റ്റ് സ്റ്റേറ്റ്. ദ സിസ്റ്റം സ്റ്റേറ്റ് മേ ചേഞ്ച് ഓവർ ടൈം വിത്തൗട്ട് ഇൻപുട്ട് ഡ്യൂ ടു ഇവൻച്വൽ കൺസിസ്റ്റൻസി. ബേസിക്കലി അവൈലബിളിൽ ഇമ്മീഡിയറ്റ് കൺസിസ്റ്റൻസി ഇല്ല, ആസിഡിൽ ഇമ്മീഡിയറ്റ് കൺസിസ്റ്റൻസി ആണ്. അപ്പോൾ ബേസിക്കലി അവൈലബിളിൽ ഇവൻച്വലി കൺസിസ്റ്റൻസി ഒക്കെ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്നത് നിർത്തിയാലും കുറച്ച് സമയത്തിന് ശേഷമായിരിക്കും അത് കൺസിസ്റ്റൻ്റ് ആവുന്നത്. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. അതിനാണ് സോഫ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവൻച്വൽ കൺസിസ്റ്റൻറ്റ്. ഡേറ്റ വിൽ ബിക്കം കൺസിസ്റ്റൻസ് അക്രോസ് ഓൾ നോഡ്സ് ഓവർ ടൈം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയമെടുത്ത് എല്ലാ ഡേറ്റയും കറക്റ്റായിട്ട് എല്ലാ നോഡിലും എത്തുള്ളൂ. സ്റ്റേറ്റ് ദ ക്യാപ് തിയറം. ക്യാപ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിക് ബ്രൂവർ പ്രപ്പോസ് ചെയ്തൊരു തിയറമാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ക്യാൻ ഓൺലി പ്രൊവൈഡ് 2 of the 3 guarantees at any given time. നമുക്ക് 3 ഗ്യാരണ്ടീസ് ഉണ്ട്. അതാണ് ക്യാപ് തിയറം നമ്മൾ പറയുന്നത്. C for consistency, A for availability and P for partition tolerance. അപ്പോൾ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് ഒരേ സമയം നമുക്ക് ഏതെങ്കിലും 2 പ്രോപ്പർട്ടിയെ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ നോഡ്സ് സീ ദ സെയിം ഡേറ്റ അറ്റ് ദ സെയിം ടൈം. ഡേറ്റ എല്ലായിടത്തും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അവൈലബിലിറ്റി. എവരി റിക്വസ്റ്റ് റിസീവ്സ് എ സക്സസ് ഓർ ഫെയിലിയർ റെസ്പോൺസ്. അതായത് സിസ്റ്റം എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഡേറ്റ കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ പോലും നമുക്ക് ആ സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം, റിക്വസ്റ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ ഫെയിൽ ആയി എന്ന് പറഞ്ഞ മെസ്സേജ് എല്ലാം നമുക്ക് കിട്ടും. ഇനി പാർട്ടീഷൻ ടോളറൻസ്. ദ സിസ്റ്റം കണ്ടിന്യൂസ് ടു ഓപ്പറേറ്റ് ഡെസ്പൈറ്റ് നെറ്റ്വർക്ക് ഫെയിലിയേഴ്സ്. നെറ്റ്വർക്ക് ഫെയിലിയർ വന്നു കഴിഞ്ഞാലും സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ലിസ്റ്റ് ദ ലിമിറ്റേഷൻസ് ഓഫ് NoSQL. NoSQL ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് SQL പോലെ ഒരു സ്റ്റാൻഡേർഡ് ക്വറി ലാംഗ്വേജ് ഇല്ല. ആസിഡ് ട്രാൻസാക്ഷൻസിന് കോംപ്ലക്സ് ആസിഡ് ട്രാൻസാക്ഷൻസിന് ലിമിറ്റഡ് സപ്പോർട്ടേ ഉണ്ടാവുള്ളൂ. മാനേജ്മെൻറ്റ് കോംപ്ലക്സിറ്റി ആൻഡ് ലാക്ക് ഓഫ് മെച്യൂർ ടൂൾ സെറ്റ്സ് കമ്പയർഡ് ടു RDBMS. 9 മാർക്കിന് ചോദിക്കാൻ പറ്റുന്നത് എക്സ്പ്ലെയിൻ ദ ക്യാപ് തിയറം ആൻഡ് ഇറ്റ്സ് ട്രേഡ് ഓഫ്സ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്. അതായത് നമ്മൾ പറഞ്ഞു, ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് എൻവയോൺമെൻറ്റ് നെറ്റ്വർക്ക് പാർട്ടീഷൻസ് ആർ ഇൻവിറ്റബിൾ. Therefore, a system must choose between consistency and availability. അപ്പോൾ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ വരുമ്പോൾ ഒന്നെങ്കിൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അവൈലബിലിറ്റി ഉണ്ടാവണം. പക്ഷേ ഇതിൽ മാൻഡേറ്ററി എന്ന് പറയുന്നത് P ആണ്. പാർട്ടീഷൻ ടോളറൻസ് ആണ് ഏറ്റവും മാൻഡേറ്ററി. CP കൺസിസ്റ്റൻസി പ്ലസ് പാർട്ടീഷൻ ടോളറൻസ്. അതായത് നമ്മൾ ഡേറ്റ ഇൻറ്റഗ്രിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ സിസ്റ്റം എപ്പോഴും അവൈലബിൾ ആയിരിക്കത്തില്ല. കാരണം അവിടെ നമ്മൾ അവൈലബിലിറ്റി ഇല്ല, കൺസിസ്റ്റൻസിയും പാർട്ടീഷൻ ടോളറൻസേ ഉള്ളൂ. അവൈലബിലിറ്റിയും പാർട്ടീഷൻ ടോളറൻസും ആണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. സിസ്റ്റം ഡേറ്റ റെസ്പോൺസ് എല്ലാം കൊടുക്കും, പക്ഷേ ഡേറ്റ സ്റ്റെയിലായിരിക്കും. ഇത് കൺസിസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. നേരത്തെ ഉള്ള ഡേറ്റ തന്നെയായിരിക്കും അവൈലബിലിറ്റിയിൽ നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കണം. CPയിൽ മോങ്കോ DB അല്ലെങ്കിൽ റെഡിസ്, APയിൽ നമ്മൾ കസാൻഡ്ര ഓർ കൗച്ച് DBയിലായിരിക്കും AP യൂസ് ചെയ്യുന്നത്. ഇനി C കൺസിസ്റ്റൻസി ആൻഡ് അവൈലബിലിറ്റി. ഇവിടെ നമ്മൾ പാർട്ടീഷൻ ടോളറൻസ് ഇല്ല.
ഇത് സിംഗിൾ നോഡ് അല്ലെങ്കിൽ നോൺ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ മാത്രമേ പോസിബിൾ ആയിരിക്കത്തുള്ളൂ. അതിന് നമ്മൾ CAP ഒരു ട്രയാങ്കിൾ ഉണ്ട്, CAയും Pയും എല്ലാം വെർട്ടിസസ് ആയിട്ട് വരുന്നത്. ആ ഒരു ഡയഗ്രാം പഠിച്ചു വെക്കണം. കമ്പയർ ആസിഡ് വേഴ്സസ് ബേസ് പ്രോപ്പർട്ടീസ്. ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേഷണൽ ടേബിൾസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബേസ് NoSQL. ഇറ്റ് ഫോക്കസ് ഓൺ ഡേറ്റ ഇൻറ്റഗ്രിറ്റി ഓർ കൺസിസ്റ്റൻസി. ബേസ് അവൈലബിലിറ്റിയിലും പെർഫോമൻസിലുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ആസിഡിൽ ഇമ്മീഡിയറ്റ് കൺസിസ്റ്റൻസി ഉണ്ടാവും, ബേസിൽ ഇവഞ്ച്വൽ കൺസിസ്റ്റൻസി ആയിരിക്കും. ആസിഡിൽ വെർട്ടിക്കൽ സ്കെയിലപ്പ് ആയിരിക്കും, അതായത് ബിഗ്ഗർ സെർവേഴ്സ് ആയിരിക്കും. ബേസിൽ ഹൊറിസോണ്ടൽ സ്കെയിൽ ഔട്ട് ആയിരിക്കും, അതായത് അവിടെ മാക്സിമം നമ്പർ ഓഫ് സെർവേഴ്സ് ആയിരിക്കും കൂടുതൽ. സ്കീമ. ആസിഡിൽ ഒരു ഫിക്സഡ് സ്കീമയാണ്, ബേസിൽ ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. ഡിസ്ക്രൈബ് ദ 4 മേജർ NoSQL ആർക്കിടെക്ചറൽ പാറ്റേൺസ്. 4 എണ്ണം ഉണ്ട്. കീ വാല്യൂ സ്റ്റോർസ്, ഡോക്യുമെൻറ്റ് സ്റ്റോർസ്, കോളം ഫാമിലി സ്റ്റോർസ് ആൻഡ് ഗ്രാഫ് സ്റ്റോർസ്. കീ വാല്യൂ സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. അതായത് ഒരു ഡേറ്റ ഇസ് എ സെറ്റ് ഓഫ് യുണീക്ക് കീസ് ആൻഡ് വാല്യൂസ്. ഒരു കീക്ക് ഒരു യുണീക്ക് വാല്യൂ ഉണ്ടായിരിക്കും. സെഷൻ മാനേജ്മെൻറ്റിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. an എക്സാമ്പിളാണ് റെഡിസ് അല്ലെങ്കിൽ DynamoDB. ഡോക്യുമെൻറ്റ് സ്റ്റോർ encapsulate data in JSON or XML documents. MongoDB ഇതിൻ്റെ ഡോക്യുമെൻറ്റ് സ്റ്റോറിന് എക്സാമ്പിളാണ് MongoDB. അതായത് നമ്മൾ ഡേറ്റയെ ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിൽ ഒരു സ്ട്രക്ചറാണ് JSON അല്ലെങ്കിൽ XML. Column family stores optimized for queries over large data sets by storing data in columns instead of rows. കോളം ഫാമിലിയിൽ ലാർജ് ഡേറ്റാസ് ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുക. അവിടെ അപ്പോൾ കോളത്തിലായിരിക്കും നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, ഫാസ്റ്റ് ലുക്കപ്സിന് വേണ്ടി. റോസിലായിരിക്കില്ല. അതിന് എക്സാമ്പിളാണ് കസാൻഡ്ര. ഇനി ഗ്രാഫ് സ്റ്റോർസ് ഫോക്കസ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡേറ്റ പോയിൻറ്റ്സ് യൂസിങ് നോഡ്സ് ആൻഡ് എഡ്ജസ്. നോഡ്സ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി ആയിരിക്കും, എഡ്ജസ് ആയിരിക്കും അതിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അങ്ങനെ നോഡ്സ് ആൻഡ് എഡ്ജസ് വെച്ച് നമ്മൾ ഡേറ്റ റിലേഷൻഷിപ്സിനെ കാണിക്കുന്നതിനെയാണ് ഗ്രാഫ് സ്റ്റോർസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് Neo4j അല്ലെങ്കിൽ ആമസോൺ Intune. പിന്നെ നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക്സിലായിരിക്കും ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ലിങ്ക്ഡനിൽ നമ്മുടെ ഒരു ആളും അയാളുടെ കണക്ഷൻസും കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രാഫ് സ്റ്റോഴ്സൊക്കെ വെച്ചിട്ടായിരിക്കും. പിന്നെ മാർക്ക് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കീവേഡ്സൊക്കെ യൂസ് ചെയ്യുക. ഷാർഡിങ്, ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആൻഡ് സ്കീമാലെസ്. ഡയഗ്രാംസ് വരയ്ക്കുക. നോഡ് ലിങ്ക് ഓഫ് ഗ്രാഫ്, നമുക്ക് നോഡ് എന്ന് പറയുന്ന ഒരു സർക്കിളും എഡ്ജ് എന്ന് പറയുന്ന ഒരു ലൈൻ, അങ്ങനെ അതിൻ്റെ ഡയഗ്രാം ഒക്കെ വരയ്ക്കുക. അപ്പോൾ അത്രയാണ് മൊഡ്യൂൾ 4ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്.